وكيف ترى ليلى بعين ترى بها سواها وما طهرتها بالمدامع وكيف ترى ليلى ലൈലയെ നിനക്ക് എങ്ങനെ കാണാൻ പറ്റും ബിഐനിൻ തറാ ബിഹാ സിവാഹ ലൈല അല്ലാത്തവളെ നോക്കുന്ന ആ കണ്ണുകൊണ്ട് പിന്നെ എങ്ങനെ ലൈലയെ നോക്കും വമാ തഹറതഹാ ബിൽ മദാമിഇ കണ്ണുനീരുകൊണ്ട് ശുദ്ധിയാക്കാതെ പിന്നെ എങ്ങനെയാണ് ലൈലയെ നോക്കുക? മുഅ്മിനേ, ഇംറുൽ ഖൈസിന്റെ തലക്കടിച്ച പ്രേമമല്ല നിന്നെ ചിന്തിപ്പിക്കേണ്ടത്. ഇതാണ് സ്നേഹത്തിന്റെ ഗതിയെങ്കിൽ അല്ലാഹുവിനെ നോക്കാനുള്ള കണ്ണല്ലേ നിന്റെ മുഖത്തുള്ളത്. വുജൂഹു യൗമഇദിൻ നാദിറ ഇലാ റബ്ബിഹാ നാദിറ. അന്ന് ചില മുഖങ്ങളുണ്ട് പരലോകത്ത്, നാദിറത്തുൻ, നല്ല ശോഭയുള്ള മുഖങ്ങൾ, മുഖത്ത് നല്ല പ്രകാശമുണ്ട്, ദിവ്യമായ സ്നേഹം, അള്ളാഹുവിനോടുള്ള സ്നേഹം ആ സ്നേഹം അങ്ങ് മനസ്സിലേക്ക് ഇറങ്ങിയാൽ മുഖത്ത് പ്രകാശം വരും. വുജൂഹു യൗമഇദിൻ നാദിറ. നമ്മുടെ ഭൂമിയിലെ തേർഡ് ക്ലാസ് പ്രേമത്തിന്റെ ഈ പ്രഭ മുഖത്ത് കയറാൻ കഴിയില്ല. ഭൂമിയിലെ പ്രേമത്തിന് മുഖത്ത് പ്രഭയില്ല, മുഖത്ത് ഇരുട്ട് കാണും. മുഖത്ത് നോക്കിയാൽ, മുഅ്മിനായ മനുഷ്യന് നോക്കിയാൽ, കണ്ണുകൊണ്ട് മുഖത്ത് നോക്കിയാൽ മനസ്സിലാകും ഖൽബിൽ അല്ലാഹുവിനല്ലാത്തവരെ കൊണ്ടു നടക്കുന്ന ഹൃദയമാണോ എന്ന്. ഇത്തഖൂ ഫിറാസത്തൽ മുഅ്മിനി ഫഇന്നഹു യൻദുറു ബിനൂരില്ലാഹ്. മുഅ്മിനായ മനുഷ്യന്റെ നോട്ടം സൂക്ഷിച്ചോളൂ, അവൻ നോക്കുന്നത് അല്ലാഹു നൽകിയ പ്രകാശം കൊണ്ടാണ്. മുഖത്തൊരു ശോഭ വരും, ദുനിയാവിൽ വരും. സ്നേഹം വെർട്ടിക്കലാണെങ്കിൽ ഹൊറിസോണ്ടൽ ആവരുത്. ഇന്നത്തെ പ്രേമങ്ങളൊക്കെ ഹൊറിസോണ്ടലാണ്, വെർട്ടിക്കലാവണം അല്ലാഹുവിലേക്കുള്ളത്. നാളെ ചില മുഖങ്ങൾക്ക് ഇങ്ങനെ പ്രകാശം കാണും. ആ പ്രകാശം മറ്റൊന്നുമല്ലേ, ഇലാ റബ്ബിഹാ നാദിറ. തന്റെ രക്ഷിതാവിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്ന മുഖങ്ങൾക്ക് നാളെ ശോഭയുണ്ടെന്ന് പരിശുദ്ധ ഖുർആൻ. ആ റബ്ബിനെ നോക്കാനുള്ള കണ്ണുകൊണ്ടാണ് ഞാൻ നടക്കുന്നത്. എന്റെ മെഹബൂബ് അല്ലാഹു ആകണം. ഒരാൾക്ക് ഹലാല് കൊണ്ട് സ്നേഹിക്കാൻ പറ്റും. ആര്? സ്വന്തം മാതാപിതാക്കൾ. ഹലാലായിട്ട് പ്രേമിക്കാം സ്വന്തം ഭാര്യയെ, സ്വന്തം മക്കളെ, അല്ലേ, സ്വന്തം പെങ്ങൾ, സ്വന്തം കുടുംബം. ഇവരൊക്കെ സ്നേഹിക്കണം. അല്ലാത്ത പ്രേമങ്ങൾ ഹറാം, പാടില്ല. ഹൃദയത്തിന് പറിച്ചൊഴിവാക്കുക. ഈ ഹൃദയം അല്ലാഹുവിന് കൊടുക്കാനുള്ളതാണ്. وَأَمَّا مَنْ خَافَ مَقَامَ رَبِّهِ وَنَهَى النَّفْسَ عَنِ الْهَوَى فَإِنَّ الْجَنَّةَ هِيَ الْمَأْوَى. وَأَمَّا مَنْ خَافَ مَقَامَ رَبِّهِ. ആരാണോ അള്ളാഹുവിന്റെ മഹത്വം മനസ്സിലാക്കുകയും അള്ളാഹുവിന്റെ മഹത്വം മനസ്സിലാക്കുകയും വനഹൻ നഫ്സ അനിൽ ഹവാ, ശരീരത്തിന്റെ ഇഷ്ടം എന്താണോ ആ ഇഷ്ടം നടപ്പാക്കാതെ ആര് സ്വന്തം ശരീരത്തെ കൺട്രോൾ ചെയ്തുവോ, ഇങ്ങനെ വഅമ്മാ മൻ ഖാഫ മഖാമ റബ്ബിഹി, അള്ളാഹുവിന്റെ മഹത്വം മനസ്സിലാക്കുകയും അള്ളാഹു എന്നെ കാണുന്നുണ്ടല്ലോ എന്ന് ചിന്തിക്കുകയും വനഹൻ നഫ്സ അനിൽ ഹവാ, ശരീരത്തിന്റെ കുറെ ഇഷ്ടങ്ങളുണ്ടാവും, അത് നടപ്പാക്കാതിരിക്കാം. സുബഹിക്ക് എഴുന്നേൽക്കാതിരിക്കൽ ശരീരത്തിന്റെ ഇഷ്ടമാണ്, അതിന് എതിര് ചെയ്യേ. നീ എഴുന്നേൽക്ക്. ഖൽബിന്റെ ഉള്ളിലേക്ക് പല ചിന്തകളും വരുന്നുണ്ട്. അല്ലാഹുവിന് ഇഷ്ടമല്ലേ, എനിക്ക് വേണ്ട, മആദല്ലാഹ്, വേണ്ട വേണ്ട എന്ന് മാറ്റിവെക്കുന്നത്. കള്ളുകുടിക്കുന്ന കൂട്ടുകാരോട് കൂടെ നടക്കുന്ന, മദ്യപിക്കാൻ തോന്നുന്നത്, നഹൻ നഫ്സ അനിൽ ഹവാ, ശരീരത്തിന്റെ ഇഷ്ടമാണ്, എനിക്കത് വേണ്ടെന്ന് വെക്കുന്നത്. അല്ലാഹു ഇഷ്ടമല്ലേ, എനിക്കത് വേണ്ട. അങ്ങനെ ആരെങ്കിലും ചെയ്താൽ, മയക്കുമരുന്നിന്റെയോ ഡ്രഗ്സുകൾക്കോ അഡിക്റ്റായ ഒരു സമൂഹത്തിന്റെ കൂടെ ജീവിച്ചാൽ അവനും അങ്ങനെ ആയിപ്പോകും. പടച്ചവനെ, എന്നെ നരകത്തിലേക്ക് കൊണ്ടുപോകുന്ന കൂട്ടുകാരോടൊപ്പം ഞാൻ ഇല്ലെന്ന് പറയുന്നത് അതാണ് ഈ ആയത്തിന്റെ അർത്ഥം. വനഹൻ നഫ്സ അനിൽ ഹവാ,
പ്രേമവും അനുരാഗവും തോന്നി. ഈ അനുരാഗം നരകത്തിലേക്ക്, വ്യഭിചാരത്തിലേക്ക് കൊണ്ടുപോകുമ്പോ പടച്ചവനെ, എന്റെ ശരീരത്തിന് നോട്ടം ഇഷ്ടമാണ് ഹറാമിലേക്ക്, അല്ലാഹുവിന് ഇഷ്ടമല്ലല്ലോ. അല്ലാഹുവിന്റെ മഹത്വം മനസ്സിലാക്കുകയും ഞാൻ തെറ്റു ചെയ്യില്ലെന്ന് പറയുകയും ശരീരത്തിന്റെ ഇഷ്ടത്തെ കടിഞ്ഞാണിട്ട് സൂക്ഷിക്കുകയും ചെയ്ത ആളുകൾ, അല്ലാഹു നമുക്ക് തൗഫീക്ക് തരട്ടെ. എന്താ സംഭവിക്കുന്ന പറഞ്ഞത്? ഫഇന്നൽ ജന്നത ഹിയൽ മഅവാ, സ്വർഗ്ഗമാണ് അവരുടെ സങ്കേതം, പിന്നെ സ്വർഗ്ഗമാണ്. അലാ ഇന്ന സിൽഅത്തല്ലാഹി ഗാലിയ, അലാ ഇന്ന സിൽഅത്തല്ലാഹിൽ ജന്ന, അല്ലാഹുവിന്റെ ചരക്കിന് വിലയുണ്ട്. അല്ലാഹുവിന്റെ ചരക്കുകൾ വിലമതിക്കാനാവാത്തതാണ്. അല്ലാഹുവിന്റെ ചരക്കെന്ന് പറയുന്നത് അൽ ജന്ന, സ്വർഗ്ഗമാണ് എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അലാ ഇന്ന സിൽഅത്തല്ലാഹി ഗാലിയ. മനോഹരമായൊരു വീട് ദുനിയാവിൽ കാണുമ്പോൾ, അല്ലാഹുവേ, ഒരു മനുഷ്യന് ലോകത്തിൽ നിർമ്മിക്കാൻ കഴിയുമെങ്കിൽ എന്റെ സ്വർഗം എന്താണാവോ? വലിയ വലിയ ബംഗ്ലാവുകൾ, മാണിക്യ കൊട്ടാരങ്ങൾ, പൂന്തോപ്പുകൾ മനുഷ്യൻ ഇവിടെ നിർമ്മിക്കാൻ കഴിയുമെങ്കിൽ, അല്ലാഹുവേ, മാലാ ഐനുൻ റഅത്, ഒരു കണ്ണും കാണാത്തതാണ് സ്വർഗം. വലാ ഉദുനുൻ സമിഅത്, ഒരു കാതുകൊണ്ടും ആരും ഇതുവരെ സ്വർഗത്തെക്കുറിച്ചുള്ള ഒരു ഡിസ്ക്രിപ്ഷൻ ആരുമേ കേട്ടിട്ടില്ല. വലാ ഖതറ അലാ ഖൽബി ബശർ, ഒരു ഡിസൈനറുടെ മനസ്സിൽ പോലും ചിന്തിക്കാനോ ആലോചിക്കാനോ പറ്റാത്ത സ്വർഗലോകം എന്തായിരിക്കും അത്? അലാ ഇന്ന സിൽഅത്തല്ലാഹി ഗാലിയ, അല്ലാഹുവിന്റെ ചരക്കിന് വിലയുണ്ട് കേട്ടോ. സ്വർഗ്ഗം അതാണ്. അല്ലാഹു അവിടേക്ക് നമ്മെ എത്തിക്കട്ടെ. ശരീരത്തെ കൺട്രോൾ ചെയ്ത ആൾക്ക് നാളെ സ്വർഗമുണ്ടെന്ന് അല്ലാഹു പറയുന്ന സൂറത്തുൻ നാസിയാത്തിന്റെ 40-41 ആയത്തുകൾ ഞാനൊന്നിങ്ങനെ പരിശോധിച്ചു നോക്കി. ശൈഖ് അവറുകളോട്, ഷഖീഖുൽ ബൽഖിയോട് ഹാസിമുൽ അസ്മ തങ്ങളുടെ മറുപടി ഞാൻ ആയത്തിങ്ങനെ പരിശോധിച്ചു. അല്ലാഹു ഇങ്ങനെ പറയാൻ, وَأَمَّا مَنْ خَافَ مَقَامَ رَبِّهِ وَنَهَى النَّفْسَ عَنِ الْهَوَى فَإِنَّ الْجَنَّةَ هِيَ الْمَأْوَى. فَعَلِمْتُ, ഈ ആയത്ത് ഇങ്ങനെ ഓതി നോക്കുമ്പോൾ എനിക്ക് മനസ്സിലായി, അല്ലാഹുവിന്റെ ഖൗല് ഹുവൽ ഹഖ്, അതാണ് ഹഖ്.